ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽസ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യിപ്പി വിത്ത് എഗ് ചെയ്യാൻ പോകണം. സോ നമുക്ക് വീഡിയോയിലോട്ട് ഇടുന്നല്ലോ. ഫസ്റ്റ് നമ്മുടെ യിപ്പി പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ മാജിക് മസാല പുറത്തോട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ഈ നൂഡിൽസും. ഇനി നമുക്ക് പാനൊക്കെ സെറ്റ് ആക്കണം. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഫ്ലെയിം ഓൺ ചെയ്തു. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ പാൻ എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ കോക്കനട്ട് ഓയിൽ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പാനിൽ. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ മുട്ട കൃത്യമായിട്ട് പൊട്ടിക്കുന്നത്. എപ്പോൾ പൊട്ടിച്ചാൽ ഇങ്ങനെ പതറിപ്പോവാണ് പണി. സോ ഇനി വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ആ ടെൻഷനിൽ പെട്ടെന്ന് മര്യാദ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചിക്കി എടുക്കണം. നന്നായിട്ട് ചിക്കി പൊരിക്കണം. ഇനി നമുക്കിതിലേക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. 5 മിനിറ്റ് ഇത് വെക്കണം കേട്ടോ. 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് ആയാലും മതിയാവും. 2 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ മുട്ടയ്ക്ക് ഇട്ട് കൊടുത്തല്ലോ. ഇനി നമുക്ക് പാനൊന്ന് കഴുകി സെറ്റാക്കി എടുക്കണം. സോ ഞാൻ ഇവിടെ കഴുകി സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ മാജിക് മസാല പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഞാൻ മാജിക് മസാല കാണിച്ചതാണ്. തറയിലോട്ട് പോയി, എൻ്റെ കയ്യിൽ തറയിലോട്ട് തെന്നിപ്പോയതാണ്. കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു. സോ ഇനി നമുക്കിത് പൊട്ടിച്ച് എല്ലാവരും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നടുക്ക് മാത്രം ഇട്ട് കൊടുത്താൽ, ഒരു വശത്ത് മാത്രം ഇട്ട് കൊടുത്താൽ അവിടെ കിടക്കും, ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. പിന്നെ അത് പണിയാവും നമുക്ക്. അതുകൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഇനി നമ്മൾ യിപ്പി ഇട്ട് കൊടുക്കണം. പിന്നെ യിപ്പി എപ്പം ഞാനിങ്ങനെ ന്യൂഡിൽസ് ഉണ്ടാക്കിയാലും എനിക്കിട്ട് തിന്നുന്ന സ്വഭാവമുണ്ട്. ഈ ബാക്കി വരുന്ന കുറച്ച് യിപ്പി ന്യൂഡിൽസൊക്കെ ഉണ്ടാവുമല്ലോ ഈ പാക്കറ്റിൽ തന്നെ, അതൊക്കെ ഞാൻ കുറച്ചെടുത്ത് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നതൊക്കെ. ഇനി നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ന്യൂഡിൽസിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് ഇത് വെക്കണം. 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. സോ ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ സോസും. എനിക്ക് യിപ്പിയുടെയൊക്കെ കൂടെ സോസ് മുക്കിയിട്ട് തിന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങൂല. അല്ലാണ്ട് എനിക്ക് യിപ്പി തിന്നണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ സോസിൻ്റെ കൂടെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റാണ്.
ഇനി നമ്മുടെ ഇപ്പിയൊക്കെ പാത്രത്തിലോട്ട് ഇട്ട് നമ്മുടെ സോസ് ഇട്ട് കൊടുക്കണം. ഞാൻ ബേക്കേഴ്സിൻ്റെ സോസാണ് എടുത്തിരിക്കുന്നത്, ടൊമാറ്റോ സോസ്. ഇനി നമുക്കിതൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതെനിക്ക് തിന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. ഇത് ഞാൻ എപ്പോൾ കണ്ടാലും തോണ്ടി തിന്നുന്ന സ്വഭാവമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇപ്പി നൂഡിൽസ് എടുത്ത് കുറച്ച് സോസ് മുക്കി കഴിച്ച് നോക്കി. സംഭവം കൊള്ളാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.